അഖിൽ അക്കിനേനി ഭാഗ്യശ്രീ ബോസ് പ്രധാന വേഷത്തിലെത്തുന്ന ലെനിൻ തെലുങ്ക് ചിത്രമാണ്. അതിലെ എട്ട് എട്ട് എന്നൊരു സോങ് അത് റിലീസ് ചെയ്തിട്ടുണ്ട്. നോക്കാം വാ. അഖിൽ, ഭാഗ്യശ്രീ ബോസ്. ഇവിടെ തമിഴില് അനിരുദ്ധിനെ നമ്മള് എല്ലാ പടങ്ങളിലും പറയുന്ന പോലെ തെലുങ്കില് തമനാണ്. അവിടെ എല്ലാ പടത്തിലും മെജോറിറ്റി വലിയ പടങ്ങളിലായാലും വരുന്ന പടങ്ങളിലായാലും അവിടെ മ്യൂസിക് എല്ലാ പടത്തിലും ചെയ്യുന്ന തമനാണ്. അവിടെ ഈ ചാർട്ട് ബസ്റ്റേഴ്സ് കൊടുക്കുന്നതും തമനാണ്. അവിടെ തമനാണ് മെയിൻ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ. കാരണം എല്ലാ പടത്തിലും തമൻ തന്നെയാണ്. തമൻ അമ്മാതിരി മ്യൂസിക് അവിടെ ഇടുന്നുണ്ട്, തമൻ അമ്മാതിരി BGM അവിടെ ഇടുന്നുണ്ട്, അമ്മാതിരി സോങ്ങുകൾ ഇടുന്നുണ്ട്, ട്രെൻഡിങ്ങിലാക്കുന്നുണ്ട്. ഈ പാട്ടും അതുപോലെ തന്നെയാണ്. ഇനിയിപ്പോ ട്രെൻഡിങ്ങിൽ വരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ബട്ട് പാട്ട് കൊള്ളാം. അവരുടെ ആ ഒരു സ്ഥിരം ഒരു റൊമാൻറ്റിക് ഫോക്ക് തന്നെയാണ്. സ്ഥിരം നായികയെ കൊണ്ട് അതുപോലത്തെ ഡാൻസുകൾ എത്തിക്കുന്നത്. നായകനും സെയിം സ്റ്റെപ്പാണ്. അഖിലക്കിനി നിങ്ങൾക്ക് അറിയായിരിക്കും, നായകൻ നാഗാർജുനയുടെ മകനാണ്. നാഗചൈതന്യയുടെ അനിയനുമാണ്, സിബ്ലിങ്സ് ആണ്. അപ്പൊ പുള്ളി വെച്ച് താടിയൊക്കെ വെച്ച് വേറൊരു ടൈപ്പിൽ നിൽക്കുന്നുണ്ട്. കണ്ട, നായകൻ ഇങ്ങനെയല്ല സത്യം പറഞ്ഞാല്. താടിയും മറ്റേ പൊട്ടൊക്കെ വെച്ചപ്പോ അഖിലക്കിനി ഒട്ടാകെ മാറിയിട്ടുണ്ട്. ആൾവേസ് ഭാഗ്യശ്രീ കാണാൻ ഭയങ്കര ക്യൂട്ടും നല്ല സുന്ദരിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇവരുടെ സിനിമയിലുള്ളതാണല്ലോ നായിക ഇങ്ങനെ കാണിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് നാട്ടിൻ പുറത്തുള്ള ഒരു സിനിമയാകുമ്പം ഇപ്പൊ തന്നെ നമ്മള് പെട്ടിയിൽ കണ്ടതാണ് രാംചരൺ ജാൻവി ഒക്കെ എങ്ങനെയാണെന്ന്. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഉണ്ട്. കാരണം അവിടെ ഉള്ളവർക്ക് ആ ഒരു പാട്ടൊക്കെ, നിങ്ങൾ ആ ഒരു തെലുങ്ക് പാട്ട്, പ്രത്യേകിച്ച് നാട്ടിൻ പുറത്ത് ഇതുപോലെ ഫോക്ക് റൊമാൻറ്റിക് പാട്ടിൽ എല്ലാത്തിലും സെയിം സ്റ്റെപ്പുകളായിരിക്കും. നായിക സെയിം ഒരു കോസ്റ്റ്യൂമിലായിരിക്കും വരുന്നത്, സെയിം ആയിരിക്കും. അവരുടെ ആക്ഷൻ വരെ സെയിം ആയിരിക്കും. അതിൽ ഒരു മാറ്റമില്ല, അതുപോലെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടാൾക്കാർ അതിൽ കഥാപാത്രങ്ങൾ മാറിയിട്ടുണ്ട്, ബട്ട് അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. എട്ട് ടോട്ടലി എനിക്ക് വൺ സോങ് ഒന്നുമില്ല, ബട്ട് ഒരു ആവറേജ് സോങ് എന്ന് വെച്ചാൽ ഒരു തെലുങ്കിലുള്ള ഒരു റൊമാൻറ്റിക് ഫോക്ക് സോങ്, ഒരു നാട്ടിൻ പുറത്തെ സോങ്. ആൻഡ് കണ്ട് നമ്മൾ മടുത്ത സ്റ്റെപ്പുകൾ എന്ന് പറയുന്നതിനെക്കാട്ടും കണ്ട് പരിചയമായ സ്റ്റെപ്പുകൾ തന്നെയാണ് എല്ലാ പടത്തിലും. ഇതുപോലെ ഈ നാട്ടിൻ പുറത്തുള്ള ഫോക്ക് റൊമാൻറ്റിക് സോങ്ങിൽ ഇതുപോലത്തെ സ്റ്റെപ്പുകൾ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വേറെ പ്രത്യേകിച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളൊന്നും ഈ സെയിം സ്റ്റെപ്പ് ആയിരിക്കും. ഒന്നല്ലെങ്കിൽ തലയിൽ നായകന്റെ തലയിൽ ഷോൾഡറിൽ ഇങ്ങനെ തല വെച്ച് ഡാൻസ് കളിക്കില്ല, അല്ലെങ്കിൽ ഇപ്പൊ വയറിൽ അല്ലെങ്കിൽ നെഞ്ചിൽ തല വെച്ച് ഇങ്ങനെ കളിക്കുന്നു. ഈ ഒരു സെയിം സ്റ്റെപ്പുകൾ തന്നെയൊക്കെ ആയിരിക്കും. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ അഖിലക്കിനേനി ഒരു വെറൈറ്റി ആയിട്ട് താടിയൊക്കെ വെച്ച് വേറൊരു പടത്തിലായിട്ട് ഈ ഒരു മാസ് പടമാണ് വരുന്നത് ഇത് കൂടുതലും. പിന്നെ ഇതൊരു ലവ് റൊമാൻറ്റിക് സോങ് ഒക്കെ ഉണ്ട്. തമനാണ് മ്യൂസിക്കും ചെയ്യുന്നത്. തമൻ ഇപ്പം അറിയാമല്ലോ, വലിയ നടന്മാർക്കും കൊച്ചു നടന്മാർക്കും എല്ലാവർക്കും തമൻ തന്നെയാണ് ഇപ്പൊ തെലുങ്കില് മെയിൻ. അവിടെ അടിച്ചു പൊളിക്കുന്നതൊക്കെ തമൻ തന്നെയാണ്. ലെനിൻ എന്നാണ് സിനിമയുടെ പേര്. ഭാഗ്യശ്രീ ബോസ് പിന്നെ ഈ നായികമാർക്ക് പ്രത്യേകിച്ച് ഡാൻസ് കളിക്കാനുള്ള അവർക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് നായകന്മാരെക്കാളും. അത്രയ്ക്കും ഉള്ള ഒരു ഇടയിൽ നായകന്മാർ ഡാൻസ് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമില്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ഡാൻസ് ചെയ്യാൻ ഏറ്റവും മിടുക്കി എന്ന് പറയുന്നത് പൂജ തന്നെയാണ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ആ ഒരു ഡാൻസ് എല്ലാം ആ ഒരു സിമ്പിളായിട്ട് പൂജ. അതുപോലെ തന്നെ ഭാഗ്യശ്രീ ബട്ട് ചെയ്തു വരുന്നേ ഉള്ളൂ. പൂജയാണെങ്കിൽ പിന്നെ അതിൽ റെക്കോർഡ് എടുത്ത ആളാണ്. പൂജയുടെ ഡാൻസ് ഒക്കെ നന്നായിട്ട് അറിയാം. പൂജ സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യും നായികന്മാരിൽ. അതും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട്, വളരെ എഫേർട്ട്ലെസ് ആയിട്ട്, സിമ്പിൾ ആയിട്ട്. അതുപോലെ തന്നെയാണ് ഭാഗ്യശ്രീയും ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോംബോ ഇപ്പം നോക്കുമ്പം വലിയൊരു ക്യൂട്ടായിട്ടൊന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പേര് കോംബോ ആയിട്ടൊന്നും തോന്നുന്നില്ല. ചില പടത്തിൽ നല്ലതുപോലെ ആയിരിക്കും, ബട്ട് പാട്ട് എന്തായാലും മോശമൊന്നുമില്ല, കേൾക്കാനും കൊള്ളാം. പിന്നെ വലിയൊരു എന്തൊരു സാധനം പറയാനൊന്നുമില്ല. ഒരു നോർമൽ ഒരു റൊമാൻറ്റിക് നാടൻ ഫോക്ക് സോങ് തന്നെയാണ് ലെനിനിലെ ഇട്ട ഇട്ട കുട്ട തട്ട മൊട്ട ഗട്ട വട്ട. അവരുടെ ലിറിക്സ് ഒക്കെ സത്യത്തില് എല്ലാം എന്ന് വെച്ചാൽ അവരുടെ എല്ലാ ലിറിക്സും സെയിം ആയിട്ട് പോലെ നമുക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ ഇതില്ലടാ നേരത്തെ കേട്ടത് ഇങ്ങനെ. കാരണം അവരുടെ ലിറിക്സിന്റെ ആ ഒരു വാക്കുകൾ തമ്മിലുള്ള ഇത് അങ്ങനെയാണ്. ബട്ട് പാട്ട് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല.